നമസ്കാരം. സുദൃഢമായ ഒരു നീതിശാസ്ത്രവും ധർമ്മവുമാണ് പണ്ട് മുതലേ ജനതയുടെ നിലനിൽപ്പിന് ആധാരമായി വർദ്ധിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് രാഷ്ട്രീയത്തിലും ഭരണ സംവിധാനത്തിലും നീതിന്യായ വ്യവസ്ഥയിലും എന്നുവേണ്ട സമൂഹത്തിലെ സമസ്ത മേഖലകളിലും അപജയം ഉണ്ടായിട്ടുണ്ട്. നമുക്കും ഒരു മാധ്യമം എന്ന കൂട്ടായ്മയുടെ ഭാഗമായുള്ള 2022 ഒക്ടോബർ 2 തുടങ്ങിയ പ്രയാണം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതിമാനുഷ്യർ എന്ന് ഭാവിക്കുന്ന ആറാട്ടുമുണ്ടന്മാരാണ് നമുക്ക് ചുറ്റും ഉള്ളത്. എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നവർ വാസ്തവത്തിൽ അവർ അവരുടെ സമൂഹത്തിനും തുരങ്കം വയ്ക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ ക്ഷമയോടെ അനുഭാവപൂർവ്വം ഒന്ന് കേൾക്കാൻ പോലും ആരും തയ്യാറാകാത്തതിന്റെ രോക്ഷം പാവങ്ങളുടെ മനസ്സിൽ പതഞ്ഞു പൊങ്ങുകയാണ്. നിയമനിർമ്മാണ സഭ, ഭരണനിർവഹണ സംവിധാനങ്ങൾ, കോടതികൾ, മാധ്യമങ്ങൾ എന്നീ 4 തൂണുകളാണ് ജനാധിപത്യ പ്രക്രിയയെ സുഗമമാക്കുന്നത്. അധർമ്മത്തിനും അനീതിക്കുമെതിരെ ശബ്ദമുയർത്തുന്ന അല്ലെങ്കിൽ ശബ്ദമുയർത്താൻ പ്രതിജ്ഞാബദ്ധരായ മാധ്യമങ്ങളാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ആധാരം. ചരിത്രം പരിശോധിച്ചാൽ ചോളചേര വംശരാജാക്കന്മാർ നാടുവാണിരുന്നപ്പോൾ സാധുക്കളും ഹീനജാതിക്കാരുമായ പരാതിക്കാർക്ക് പോലും വെളിയിൽ തൂക്കിയിട്ടിരുന്ന മടിയടിച്ച് സങ്കടം ബോധിപ്പിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു. പുതിയ ജനാധിപത്യ പ്രക്രിയയിൽ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും മാധ്യമങ്ങൾ ഏറ്റെടുത്തു. അതിന്റെ ഫലമായി ചില വിഭാഗക്കാർക്ക് മാത്രമായി ശബ്ദിക്കുന്ന സംവിധാനമായി മാധ്യമങ്ങൾ തരം താഴ്ത്തപ്പെട്ടു എന്ന് പറയാം. സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്ഥാപിത താൽപര്യങ്ങൾ ഉള്ള ബിസിനസ് ഗ്രൂപ്പുകളായി മാധ്യമങ്ങൾ മാറപ്പെടുകയുണ്ടായി. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി വിഭാവനം ചെയ്ത അഭിനവ മാധ്യമങ്ങൾ പോലും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. അധികാര രാഷ്ട്രീയത്തിന്റെ ചതുരംഗ പലകയിൽ തങ്ങളുടെ ഇഷ്ടം പോലെ നീക്കാവുന്ന കരുക്കളായി എന്നും കഴിയേണ്ടവരാണ് ഈ പാവങ്ങൾ എന്ന് ഇത്തരക്കാർ വിചാരിക്കുന്നു. ലക്ഷ്യബോധം നഷ്ടപ്പെട്ട അവരുടെ യാത്രയിൽ വാസ്തവത്തിൽ ദളിത് ബോധം ചവിട്ടി അരയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് മലയാളം TV ലൈവ് എന്ന ചാനൽ അതിന്റെ പ്രവർത്തന ലക്ഷ്യവുമായി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. അടിസ്ഥാന ജനവിഭാഗത്തിലെ ജാതി ഉപജാതി ചിന്തകൾക്കപ്പുറം നിന്ന് പ്രവർത്തിക്കുകയും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് കൃത്യമായ വീക്ഷണകോണിൽ നിന്ന് വിലയിരുത്തുകയും അത് പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് മലയാളം TV ലൈവിന്റെ മുഖ്യ ഉദ്ദേശ ലക്ഷ്യം. വാർത്താധിഷ്ഠിതവും വാർത്തേതരവുമായ കല, സംസ്കാരം, വ്യക്തിത്വം, കായികം, ചരിത്രം എന്നീ വിവിധ മേഖലകളെ ക്രോഡീകരിച്ചുള്ള പരിപാടികളായിരിക്കും ഈ ചാനലിൽ വരിക. ഓർക്കുക, ഇത് നിങ്ങളുടെ ചാനലാണ്. ഇത് വിജയിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട്. എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.